ദൈവമാതാവ് എലീശ പുണ്യവതിയെ സന്ദർശിക്കുന്ന വേളയിൽ പ്രകടിപ്പിച്ച 3 ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവമാതാവ് പ്രകടിപ്പിച്ച ദൈവിക ശുഷ്കാന്തി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവമാതാവ് എലീശാമയെ സന്ദർശിക്കാൻ കാണിച്ച തീഷ്ണത തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ ബെത്ലഹേമിൽ എലീശാമ പുണ്യവതിയെ കാണാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് എലീശാമയെ കാണാൻ വേണ്ടി തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദൈവമാതാവ് പ്രകടിപ്പിച്ച ആ ദൈവിക തീഷ്ണത തിരുവചനത്തിൽ വ്യക്തമാണ്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ അനുവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ഈയൊരു തിരുവചന വിചിന്തനത്തിലൂടെ നമ്മൾ ആർജിച്ച് അത് പരിശ്രമിക്കേണ്ടതാണ്. അതായത് മരിയൻ ഉടമ്പടിയെടുത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾ മരിയൻ ഉടമ്പടിയിലാണെന്നുള്ളൊരു ബോധ്യത്തിൽ വേണം പ്രവർത്തിക്കാൻ. കാരുണ്യ പ്രവർത്തികളാണെങ്കിലും പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളായാലും ഏറ്റവും തിടുക്കത്തിൽ അത് ദൈവനാമ മഹത്വത്തിനായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഏറ്റവും വേഗത്തിലാകും. നിങ്ങൾക്ക് എത്രയും വേഗം സാക്ഷ്യം പറയാനാകും. രണ്ടാമതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവ് പ്രകടിപ്പിച്ച എളിമയെക്കുറിച്ചാണ്. നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥയെ തൃക്കൺ പാർത്തു. എങ്ങനെയാണ് ഒരു വ്യക്തി കൃപയ്ക്ക് പാത്രമാകുന്നതെന്ന് ദൈവമാതാവിൻ്റെ ജീവിത നടപടികളിലൂടെ വ്യക്തമാണ്. ദൈവമാതാവ് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ്. അവൾ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായിട്ട് പോലും ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയാവുകയാണ്. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്കാണ് ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി തിടുക്കത്തിൽ യാത്രയാകുന്നത്. അത് ദൈവമാതാവിൻ്റെ എളിമയുടെ വലിയൊരു പ്രകടനമാണ്. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങൾ വിനയത്തിൻ്റെ പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ഈ പരിശുദ്ധ ദൈവമാതാവ് പ്രകടിപ്പിച്ച ഈ എളിമ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് പ്രാവർത്തികമാക്കേണ്ടത്? നമുക്കറിയാം, ചില ഭൂപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അപ്പനും അമ്മയൊക്കെ വളരെ എളിമയും വിനയമൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് ആ എളിമയും വിനയമൊക്കെ ചിലവർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്ന എളിമ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം അഭിവാദനം ചെയ്യുന്നതോ നമ്മളൊന്ന് കുനിഞ്ഞു നടക്കുന്നതോ ഒന്നുമല്ല. പരിശുദ്ധ ദൈവമാതാവ് പ്രകടിപ്പിച്ച വിനയം എന്ന് പറയുന്നത് വചനം കേൾക്കുമ്പോൾ വചനത്തിൽ ദൈവം എന്തു പറയുന്നുവോ അത് ജീവിതത്തിൽ അതേപടി നടപ്പിൽ വരുത്തുക. അതാണ് ദൈവിക പുണ്യമായ എളിമ എന്ന് പറയുന്നത്, വചനത്തിൻ്റെ ഭാഷയിൽ, ബിബ്ലിക്കൽ ലാംഗ്വേജിൽ. അതായത് തിരുവചനത്തിന് ആമേൻ പറയുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതാണ് എളിമ എന്ന വലിയ ദൈവിക പുണ്യം. ഈ എളിമ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ എളിമയെ ദൈവപിതാവ് തൃക്കൺ പാർത്താണ് അവളെ അത്യുന്നത പദവിയിലേക്ക് ഉയർത്തുന്നത്. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഒരിക്കലും നമ്മളെ തന്നെ എളിമപ്പെടുത്താതെ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും രോഗി സന്ദർശനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല.
കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും നോക്കിയിരുന്നത് എന്നേക്കാൾ ഉയർന്ന ആൾക്കാരെയായിരുന്നു. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ താഴെയുള്ളവരെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അത് അദ്ദേഹത്തിന് വന്നൊരു മാറ്റമാണ് പച്ചയായ ഭാഷയിൽ അദ്ദേഹം പങ്കുവച്ചത്. അതായത് അതുവരെ അദ്ദേഹം എന്നേക്കാൾ ഉയർന്നവരേക്ക് നോക്കിക്കൊണ്ട് എനിക്കൊരു നിലയുണ്ടെങ്കിൽ അവൻ 2 നില വെച്ചല്ലോ, എനിക്ക് ഒരു മാരുതി കാറാണെന്നുണ്ടെങ്കിൽ ഞാൻ BMW കാരനെ നോക്കും. ഇങ്ങനെ ഇപ്രകാരമാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് സ്റ്റാറ്റസ് കെട്ടിപ്പോക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ താഴെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവർക്ക് എന്നാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്യാൻ തുടങ്ങി, അവരെ ഞാൻ ഉയർത്താൻ നോക്കാൻ തുടങ്ങി. അത് വലിയൊരു മാറ്റമാണ് മരിയൻ ഉടമ്പടിയിലൂടെ വന്നത്. അപ്പോൾ ഇന്ന് ഈ വണക്കത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിനുണ്ടായ ഈ എളിമയെന്ന ദൈവിക പുണ്യത്തെക്കുറിച്ചാണ്. ഒരിക്കലും ഈ എളിമയെന്ന പുണ്യം നമ്മൾ അഭ്യസിപ്പിക്കാതെ ദൈവകൃപയിൽ നമുക്ക് വളരാൻ കഴിയില്ല. അതാണ് 1 പത്രോസ് 5:5. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഈ പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ സന്ദർശിച്ചതിനെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവമാതാവ് പ്രകടിപ്പിച്ച നിസ്തുലമായ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, ദൈവിക പുണ്യങ്ങളായ എളിമയും അതുപോലെ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹമൊക്കെ ഒരു വ്യക്തിയിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടിയ വ്യക്തി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നോക്കും. ഈശോയുടെ തന്നെ തനി കൽപ്പനയാണ്. അതായത് എങ്ങനെ കൽപ്പനകളെ സംഗ്രഹിക്കാമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഇപ്രകാരമാണ്: എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എപ്രകാരമാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ ഈ വിശ്വാസം പ്രവൃത്തി തലത്തിലോട്ട് നടപ്പിൽ വരുത്തിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. യാക്കോബ് ശ്ലീഹയുടെ 2-ാം ലേഖനത്തിൽ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു ശരീരത്തിൻ്റെയോ ഒരു ഭക്ഷണത്തിൻ്റെയോ ഒക്കെ ആവശ്യമായിട്ടൊരു വസ്ത്രത്തിനോ ഒക്കെ ആയിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ അവനോട് പോയി തീ കായുക, വിശപ്പടക്കുക, സമാധാനത്തിൽ പോകുക എന്നൊക്കെ ആശംസിച്ചിട്ട് മുഖം തിരിച്ചു പോകുന്ന ഒരു ആധ്യാത്മികത ബൈബിൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ട് തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിഷ്ഫലമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി ഈ അൾത്താരയിൽ മരിയൻ ഉടമ്പടി എടുത്ത സഹോദരിയാണ് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്. ആ സഹോദരി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമാതാവ് ഈ മകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുകയാണ്: നീ ഇറങ്ങി ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൈഡിലോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, ആ ഒരു ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിൻ്റെ ദാനങ്ങളൊന്നും അവർക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. നിനക്ക് വട്ടാണെന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷേ ഈ മകള് ദൈവമാതാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെയും വിളിച്ച് അങ്ങോട്ട് പോയപ്പോൾ സംഭവിച്ചത് വലിയൊരു അത്ഭുതമാണ്. അവിടെ മെഡിക്കൽ കോളേജിൻ്റെ വാതിക്കൽ ഒരു അമ്മച്ചി, ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ അമ്മച്ചിയാണ്, കാശുരൂപം ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഹസ്ബൻഡിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പൈസയില്ല. ഡോക്ടേഴ്സ് ആണെങ്കിൽ പുറത്തുനിന്ന് മരുന്ന് എഴുതുന്നുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് 1 രൂപ കയ്യിലില്ല. അപ്പം ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ കാശുരൂപം ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്താണ് ഇവിടെ നിന്ന് ദൈവമാതാവ് പറഞ്ഞു വിട്ട സഹോദരി ആലപ്പുഴയിൽ വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് ദൈവപിതാവ് ഡയറക്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ അമ്മയെ കണ്ടുമുട്ടി. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് പത്രമൊന്നുമല്ല വേണ്ടത്, എൻ്റെ ഭർത്താവിന് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 1 രൂപ എൻ്റെ കയ്യിലില്ല. ഡോക്ടേഴ്സ് ഇങ്ങനെ പുറത്തോട്ട് ഭക്ഷണത്തിന് മരുന്നിനൊക്കെ എഴുതുന്നുണ്ട്, പക്ഷേ അത് വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ 1 രൂപയില്ല. അപ്പോൾ ഈ സഹോദരി കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തുകയും, അതായത് മിനിമം
വെക്കേണ്ട പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ തുകയും ഈ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ മരിയൻ ഉടമ്പടി എടുത്ത് മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഈശോയുടെ തന്നെ കയ്യും കാലുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനുള്ള വലിയൊരു വഴിയാണ് മരിയൻ ഉടമ്പടിയും അതുപോലെ തന്നെ അതിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളുമെല്ലാം. അതിനുവേണ്ടി ഈ വണക്ക വായനയെല്ലാം കൂടുതൽ ദൈവിക പുണ്യങ്ങളാൽ നിറഞ്ഞ് പ്രവർത്തിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്നേഹിത സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഒന്നാം ദിവ്യരഹസ്യം. സന്തോഷകരമായ ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയിൽ അറിയിച്ചെന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അമ്മേ ദൈവമാതാവേ, 2004 കൃപാസനം അൾത്താരയിൽ പ്രിയപ്പെട്ട ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, എല്ലാ വർഷവും മെയ് മാസ വണക്കത്തിന് അമ്മയുടെ തിരുമുൻപിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് എത്തിച്ചേരാറുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. 5 ജിറ്റിൽ പങ്കാളിയും കുഞ്ഞുമായി ഓസ്ട്രേലിയയിൽ ഒരുമിച്ച് ജോലി ചെയ്യണം. എൻ്റെ അസുഖം മാറ്റിത്തരണം. പങ്കാളിയുടെ കഴുത്തിലെ പാട് മാറ്റിത്തരണം. ജനോവ ലിനേഷിനെ ഉടമ്പടി എടുക്കുവാൻ അനുഗ്രഹിക്കണം. കടബാധ്യത മാറ്റിത്തരണം. ബീന ഷാജി, മോൻ കടം കൊടുത്ത പണം തിരികെ കിട്ടണം. മകൾക്ക് വിദേശത്ത് ജോലി ലഭിക്കണം. ഷിജി ലോറൻസ്, ബ്രിജിയുടെ ജൂൺ 5 നടക്കുന്ന EMA എക്സാമിനേഷൻ പാസ്സാകണം. അനുയോജ്യമായ വിവാഹം നടക്കുവാൻ, മകൾക്ക് കാനഡയിൽ PR കിട്ടുവാൻ, കടം മാറി കിട്ടുവാൻ, അസുഖങ്ങളെല്ലാം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി മോൾ, നിൽക്കുന്ന സ്ഥലത്ത് നേഴ്സിംഗ് 4 കൊല്ലം പഠിക്കുവാൻ, സെമിസ്റ്റർ സപ്ലി ഇല്ലാതെ പാസ്സാകുവാൻ സഹായിക്കണം, പ്രാർത്ഥിക്കുന്നു. മേബിൾ എഴുപുന്ന, മകന് വിദേശത്ത് ജോലി കിട്ടാൻ, സ്ഥലം വിൽപ്പന, മകൾക്ക് സ്ഥലം വാങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. സൗമ്യ S. ബിജു കുമാർ, ഡിസംബർ 25 മുൻപ് കുഞ്ഞിനെ കിട്ടുവാൻ, സാജുവിൻ്റെ കുടുംബ സമാധാനത്തിന്, സന്ധ്യയ്ക്ക് ഗവൺമെൻറ് ജോലി, 31/3/24 നടന്ന ബൈക്ക് അപകടത്തിൽ അബോധ അവസ്ഥയിലായിരുന്ന മോനെ രക്ഷിക്കണം. ആൻ്റണി BL, ജോലി തടസ്സം മാറ്റുന്നതിന് വിസ എത്രയും വേഗം ലഭിക്കുവാൻ, സാമ്പത്തിക ബാധ്യത മാറാൻ, ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സുനിൽ അന്തോണി, തിരുവനന്തപുരം, നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ, അസുഖം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. യൂജിൻ, വിസ തടസ്സം മാറുവാൻ, രോഗസൗഖ്യത്തിന് ദൈവകൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് ജ്യോതി, പുതിയതറ, രോഗസൗഖ്യം, ദൈവ അനുഗ്രഹം ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസി ജോസഫ്, നീണ്ടകര, കേസിൽ നിന്ന് ഒഴിവാകുവാനും ഭവനത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും പ്രാർത്ഥിക്കുന്നു. നന്മാർന്ന മറിയമ്മേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്രോതത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഏലീശോ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ലിസി ജോസഫ് നീണ്ടകര കേസിൽ നിന്ന് ഒഴിവാകണം. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കണം. അമ്മയുടെ അസുഖം മാറണം. ഡോറ പെരുമ്പാവൂർ, എൻ്റെ മകളുടെ അസുഖം മാറണം. എത്രയും പെട്ടെന്ന് നാട്ടിൽ വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹെയിൻ, കുഞ്ഞ് എത്രയും പെട്ടെന്ന് സംസാരിക്കുവാൻ അനുഗ്രഹിക്കണം. അമ്മയ്ക്ക് ജോലി ലഭിക്കുവാൻ, സാമ്പത്തിക ബാധ്യത മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെറിൻ, വിസയുടെ തടസ്സം മാറാൻ, നല്ല ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ തോമസ്, വിശുദ്ധിയിൽ വളരുവാൻ, ജോലി തടസ്സം മാറുവാൻ, അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എസ്തേർ ലിതിൻ, കുടുംബത്തിൽ മാതാവിൻ്റെ കൃപ ലഭിക്കുവാൻ, നല്ല ആരോഗ്യം ലഭിക്കുവാൻ, കുടുംബത്തിന് സമാധാനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. അന്ന മരിയ ടിജോ, വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുവാൻ, നല്ല സ്വഭാവത്തിൽ വളരുവാൻ, ആരോഗ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽബി മാത്യു ടിജോ, നല്ല വിദ്യാഭ്യാസം, നല്ല സ്വഭാവവും നല്ല ആരോഗ്യവും എന്നിവ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സ്നേഹ അജ വർഗീസ്, ജോലി ലഭിക്കണം, രോഗം മാറി സൗഖ്യം പ്രാപിക്കണം പ്രാർത്ഥിക്കുന്നു. ജൂണ രാജു, കാനഡ, വീടിൻ്റെ പണി പൂർത്തീകരിക്കണം. ജൂനയ്ക്ക് യോഗ്യമായ വരനെ ലഭിക്കണം. മമ്മിയുടെ അസുഖം മാറണം. സിമി ജോൺസൺ, പരീക്ഷയിൽ വിജയിക്കണം. OP-യുടെ തോറ്റ വിഷയം ലഭിക്കണം. മനു ബാബു ഏറ്റുമാനൂർ, നല്ല കുടുംബജീവിതം, നല്ല ജോലി, അമ്മയുടെ ആരോഗ്യം, കാനഡയിൽ പോകുവാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ചിന്നമ്മ അഗസ്റ്റിൻ, ചിന്നമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കണം. കുടുംബവിശുദ്ധിയിൽ വളരുവാൻ, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. റീവ ബെനഡിക്റ്റ്, തിരുവനന്തപുരം, PSC പരീക്ഷയിൽ ജയിക്കണം. അന്യവിവാഹത്തിൽ അകപ്പെട്ട മോളെ രക്ഷിക്കണം. മകൾ സ്വഭാവശുദ്ധിയോടെ വളരുവാൻ, കുടുംബത്തിൻ്റെ സമാധാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസമ്മ ബാബു, രോഗശാന്തി, കുടുംബസമാധാനം, മദ്യത്തിൽ നിന്ന് സഹോദരനെ രക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ടാനിയ ത്രേസ്യ തോമസ്, മകൻ്റെ അസുഖം മാറണം, സഹോദരിക്ക് ജോലി ലഭിക്കണം. സിനിമോൾ സെൻറ്റ് പെരുമ്പാവൂർ, ജൂണിൽ നടക്കുന്ന എൻ്റെ പരീക്ഷ വിജയിക്കണം, കുടുംബ സമാധാനം ലഭിക്കണം, സ്ഥലം വിറ്റുപോകണം, ദൈവവിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നു. SR മഹേഷ വർമ്മ, വിവാഹം നടക്കുന്നതിന് അനുഗ്രഹിക്കണം. ജോമോൻ, അയർലൻഡിലുള്ള വിസ തടസ്സം മാറാൻ, ദൈവകൃപ ലഭിക്കുവാൻ, രോഗസൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മേരി അലക്സ്, മകളുടെ പരീക്ഷാ വിജയം, വിജിലൻസ് അന്വേഷണത്തിൽ അനുകൂലമായ വിധി ലഭിക്കുവാൻ. ടോമി പാലക്കുന്തേൽ, ഒരു വീട് വാങ്ങണം, ഒരു വീട് വിൽക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അൽഫോൻസ്, വിസ ലഭിക്കുവാൻ, പരീക്ഷ പാസ്സാകുവാൻ, ജർമ്മനിയിൽ പോകുന്നതിനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സെൽവി പുതിയതുറ, പരീക്ഷ പാസ്സാകുവാൻ, വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അസവിൻ സോണി, നന്നായി പഠിക്കുന്നതിന്, പരീക്ഷാ വിജയം, അസുഖം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. മേരി ലൂക്കോസ്, ലൂക്കോസിൻ്റെ കഴുത്തിലെ അസുഖം മാറണം, എൻ്റെ സ്ഥാപനത്തിന് വിജയം ലഭിക്കണം, മകൻ്റെ ജോലി തടസ്സം മാറി അവനെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്നു. ഡോമീസ് മാത്യു, മകൻ്റെ വിവാഹ തടസ്സം മാറ്റുവാൻ, നല്ല പങ്കാളിയെ ലഭിക്കുവാൻ, മകന് ജോലി ലഭിക്കുവാൻ, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ
അഡ്മിഷൻ ലഭിക്കുവാൻ വിസയുടെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിനു മാത്യു കടമുറി വാടകയ്ക്ക് പോകുവാൻ മോൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് തോമസ് എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കണം, UK-യിൽ ഭവനം ലഭിക്കുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജോലി മേഖല അനുഗ്രഹിക്കണം. ലത ബേബി ഗുജറാത്ത് അജനയ്ക്ക് UK-യിൽ ജോലി ലഭിക്കുവാൻ ആകാശിൻ്റെ പരീക്ഷ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഷെറിൻ ജോജി USA-യിൽ നല്ല കോളേജിൽ അഡ്മിഷൻ ലഭിക്കണം പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാത്യന്തം ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോമിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശെമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ധ്യാനിക്കുക. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ജോണോ ജോജി USA നന്നായി പഠിക്കുന്നതിന് അനുഗ്രഹിക്കണം. ജസിൻ ജോജി USA അസുഖം മാറ്റിത്തരണം, ദൈവകൃപ ലഭിക്കണം. ഡോക്ടർ പ്രസാദ് മാത്യു MBBS കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസം
അന്ന മേരി ഫൈനൽ പരീക്ഷ നന്നായി പാസ്സാകണം, അസുഖം മാറണം. മിനി റാഫേൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്ന് സഹായിക്കണം. രോഗത്തിൽ നിന്ന് സൗഖ്യം, കിണറ്റിൽ നല്ലതുപോലെ വെള്ളം തരണം. ബോബൻ വീട് പണി, മകളുടെ വിവാഹം, മകൻ്റെ ശമ്പളം കൂട്ടിത്തരണം എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബി ആൽ അഗസ്റ്റിൻ ജോലി ലഭിക്കണം, അമ്മയുടെ അസുഖം മാറണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസി ഷോൺ കുടുംബത്തോട് നല്ല ഒരു രാജ്യത്ത് ജോലി ലഭിക്കുവാൻ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാൻ, സമാധാനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജിൻസ് ടോം വൈക്കം ജൂണിൽ നടക്കുന്ന നേഴ്സിംഗ് 2ാം വർഷത്തെ എക്സാം സപ്ലൈ ഇല്ലാതെ പാസ്സാകുവാൻ, 3ാം വർഷം 3-4 വർഷവും എക്സാം നന്നായി പാസ്സാകുവാൻ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നിഷ റിജി കുട്ടികൾ നന്നായി വളരുവാൻ, ഭർത്താവിൻ്റെ മാനസാന്തരം, ആങ്ങളയുടെ വിവാഹം എല്ലാം നന്നായി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിനു പ്രദീപ് എൻ്റെ കുടുംബം വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഭർത്താവിൻ്റെ അസുഖം മാറുവാൻ, ജോലി തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മനോജ് വർഗീസ് നെൽപുരയിൽ ജോലി ലഭിക്കുവാൻ, കടം മാറിക്കിട്ടുവാൻ, വീടും സ്ഥലവും വാങ്ങുവാൻ, ലോൺ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോളി ജോസഫ് വൈക്കം OET എക്സാം പാസ്സാകുന്നതിന്, സഹോദരന് വിദേശത്ത് ജോലി ലഭിക്കുന്നതിന്, കുടുംബത്തിലെ കടം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സെൽമ റോസ് LP സ്കൂൾ ടീച്ചർ ആയി ജോലി ലഭിക്കുവാൻ, പരീക്ഷയിൽ നല്ല റാങ്ക് നേടുവാൻ, മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഡോളിസ സെബാസ്റ്റ്യൻ സെൽബിൻ്റെ LTS എക്സാം നല്ല മാർക്കോടെ പാസ്സാകുവാൻ, മക്കളുടെ വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജാൻസി ജോസഫ് സ്ഥലം വിൽക്കുന്നതിന്, വീട് പണിയുന്നതിന്, ജോസിയുടെ മദ്യപാനം മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. എഞ്ചൽ ദൈവവിശ്വാസം, ജപമാല മുടങ്ങാതെ ചൊല്ലുവാൻ, പരീക്ഷ നന്നായി പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. സുധാ ശശി കൊച്ചുമോൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി മാറി കിട്ടുവാനും, ഭർത്താവിനും സൽമൂത്തിനും ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മോളി യാക്കോ തെക്കേമുറി പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുക്കുവാൻ അനുഗ്രഹിക്കണം. ജനുവരിയിലെ മകളുടെ കല്യാണം നന്നായി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മിനി ജോൺസൺ മെയ് 30 നടക്കുന്ന കേസ് വിജയിക്കണം. മകന് സിവിൽ സർവീസ് എക്സാമിന് ഉന്നത വിജയം പ്രാപിക്കണം. മകന് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരീക്ഷ പാസ്സാകണം. ഷാരോൺ കൈനഗരി എൻ്റെ ന്യൂസിലൻഡിലേക്കുള്ള ജോലി തടസ്സം മാറ്റി അവിടെ ജോലി ലഭിക്കണം. അതുപോലെ PR ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജെനി ഷാരോൺ പള്ളൂരുത്തി കുഞ്ഞുങ്ങൾ ലഭിക്കുവാൻ, വീട് പണി വേഗം പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റോജിയുടെ വിവാഹ തടസ്സം മാറുവാൻ, ശോശാമ്മയുടെ ടെൻഷൻ മാറുവാൻ, മരുമകൻ്റെ വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. വിനീത വിൻസെൻ്റ് ഞാനും എൻ്റെ കുടുംബവും ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും വളരുവാൻ, ആത്മീയ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. തീർന്നില്ല. ജയശ്രീ കുന്നത്ത് തെക്കേതിൽ മകളുടെയും വിദ്യാഭ്യാസം, ഭർത്താവിൻ്റെ മദ്യപാനം, വീടിൻ്റെ കടബാധ്യത. വിജയശ്രീ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം, മകൻ്റെ വിദ്യാഭ്യാസം. മരിയ ജിൻസ് കുര്യാക്കോസ് കുടുംബസമാധാനം, മോളുടെ ഹസ്ബൻഡിന് ജോലി,
പ്രാർത്ഥിക്കുന്നു. ഷൈജു കരുമാടിക്കുട്ടൻ ബോട്ട് ക്ലബ് ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം ലഭിക്കണം. പെന്തൻ പഴയിൽ സ്ഥലത്തിൻ്റെ കേസ് അവസാനിച്ച് സ്ഥലം വിറ്റ് കിട്ടണം. സിബി ഹൈജിൻ അഭിഷേകിന് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം. ആകാശിൻ്റെ ഓട്ടിസം പൂർണ്ണമായി മാറണം പ്രാർത്ഥിക്കുന്നു. സൂസി ആൻഡ്രൂസ് ഡോവിൻ്റെ വിവാഹ തടസ്സം മാറണം. അഞ്ജു ബേബി പുളിയാമ്പറമ്പിൽ കോട്ടയം സമാധാനപരമായി കുടുംബജീവിതം നയിക്കുവാൻ ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സീന കൊല്ലം 3 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കുവാൻ ജീവിത പങ്കാളിയുടെ കണ്ണിൻ്റെ കാഴ്ച ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം രഹസ്യം. പരിശുദ്ധ മാതാവ് തൻ്റെ ദിവ്യകുമാരനെ 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അഞ്ചാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപാസനത്തിൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടറായ ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ക്ലിൻഡൻ അച്ഛനെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു. കൃപാസനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്ന മരിയൻ സ്റ്റൈൻ, നെയ്തേൽ മിഷൻ എന്നിവയെ സമർപ്പിക്കുന്നു. മരിയൻ ഉടമ്പടികളായ തീർത്ഥാടന ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി, ലൈറ്റ് കാൻഡിൽ, വിദേശ ഉടമ്പടി, അന്യസംസ്ഥാന ഉടമ്പടി എന്നിവയെ സമർപ്പിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റെപ്പേലെ, വിശുദ്ധ ഹൽമാവ, വിശുദ്ധ ഔസേപ്പെ, ശ്ലീഹാമാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മെയ് മാസ വണക്കം 11-ാം തീയതി പരിശുദ്ധ ദൈവമാതാവ് എലിശാമ്മയെ സന്ദർശിക്കയിൽ പ്രദർശിപ്പിച്ച 3 പ്രധാന പുണ്യങ്ങൾ. ഒന്നാമത് വിസ്മയനീയമായ ദൈവിക ശുഷ്കാന്തി. രണ്ടാമത് അഗാധമായ എളിമ. മൂന്നാമത് നിസ്തൂലമായ പരസ്നേഹം. ആദ്യം, സകല നന്മകളാലും സമ്പൂർണമായ മറിയം തൻ്റെ തിരുവുദരത്തിൽ രക്ഷിതാവിനെ ധരിച്ചതിൻ്റെ ശേഷം ഈ ലോകരക്ഷക ഭൂലോകത്തിൽ എരിയിപ്പായിരുന്ന ദൈവാഗ്നിയിൽ ഉജ്ജ്വലയായി മലമ്പ്രദേശത്തേക്ക് തൻ്റെ ഇളയമ്മയായ എലീശാമ്മയുടെ പക്കൽ തിടുക്കത്തിൽ പോയി. ഈ കന്യക തൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ച ദൈവ സ്നേഹാതിരേകത്താൽ എത്രയോ ജാഗ്രതയോടാണ് ഇതിന് മനസ്സായി എന്ന് നാം ധ്യാനിക്കണം. ദൂരദേശത്തേക്കുള്ള യാത്രയായിരുന്നു. യാത്രാമധ്യേ ബുദ്ധിമുട്ടും കായ്ക്ലേശവും സഹിക്കേണ്ടതായിരുന്നു. ഇവ ഒന്നും പരിഗണിക്കാതെ ദൈവ തിരുമനസ്സിൽ പ്രകാരം രക്ഷിതാവിൻ്റെ മുന്നോടിയായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുമാതാവിനെ ചെന്ന് കാണാൻ ശീഘ്രത്തിൽ പോയി. ദൈവ ശുശ്രൂഷയിൽ
ജാഗ്രതയുള്ളവരുടെ അടയാളം ഇതുതന്നെ. അങ്ങനെയുള്ളവർ ദൈവപ്രേരണയെ അനുവർത്തിച്ച് ആത്മീയ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ദൈവനീതിയുടെ വഴിയിൽ എളുപ്പത്തിൽ നടന്നു കൊണ്ടുപോകും. എന്നാൽ ദൈവ ശുശ്രൂഷയിൽ മന്ദന്മാരാണെങ്കിൽ പുണ്യവഴിയിൽ ഉത്സാഹപൂർവം നടക്കാതെ ക്ഷീണത്തോടും സങ്കടത്തോടും കൂടിയത്ര ദൈവിക കാര്യങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ഉത്സാഹികളോ ഉദാസീനരോ എന്ന് പരിശോധിപ്പിൻ. ഈ ഉദാസീനത മൂലം ഉളവാകുന്ന നാശം പിന്നീട് പരിഹരിക്കാൻ പാടില്ലാതെ വന്നേക്കാം. രണ്ടാമത്, ഈ പരമകന്യക ദൈവമാതാവാകയാൽ സകല ലോകങ്ങൾക്കും രാജ്ഞിയും എല്ലാ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും വണക്കത്തിനും ശുശ്രൂഷയ്ക്കും അർഹയും ആയിരുന്നു. ആ നാഥ പോലും വിശുദ്ധ എലീശാമ്മയെ ചെന്ന് കണ്ട് ഉപചരിച്ചു. അതിശയകരമായ എളിമയോടെ ആ അമ്മയ്ക്ക് പരികർമ്മം ചെയ്തു. സ്ത്രീകളിൽ ആശീർവദിക്കപ്പെട്ടവളായിരുന്നിട്ടും എല്ലാ സ്ത്രീകളിലും ഉയർന്ന സ്ഥാനം കൈക്കൊണ്ടിരുന്നിട്ടും തന്നെ എല്ലാവരെയും താഴ്ന്നവളായി മാത്രം ആ അമ്മ കരുതുകയും അതിന് അനുസരണമായി പെരുമാറുകയും ചെയ്തിരുന്നു. ഈ പരമകന്യയുടെ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എത്രയോ വ്യത്യാസം. ഈ രാജ്ഞിയുടെ എളിമയ്ക്കും നമ്മുടെ അഹങ്കാര തന്നിഷ്ടങ്ങൾക്കും തമ്മിൽ എത്രയോ അന്തരം. ഈ മാതാവ് പരപ്രസാദ സമ്പൂർണയും സകല സൃഷ്ടികളിലും ഉന്നതയായിരുന്നിട്ടും എല്ലാവരുടെയും കണ്ണുകൾക്കും തന്നെ ഏറ്റവും താഴ്ത്തുന്നതിനാഗ്രഹിച്ചിരുന്നു. നേരെ മറിച്ച് പലവിധ പാവങ്ങളും നിറഞ്ഞിരിക്കുന്ന നാം അഹങ്കാരത്തിൻ്റെ ആധിക്യത്തിൽ എല്ലാവരുടെയും കൺമുമ്പാകെ വലിയവരായി കാണപ്പെടാനും അവരാൽ സ്തുതിക്കപ്പെടാനും ആഗ്രഹിച്ചു കൊണ്ടുവരുന്നു. മൂന്നാമത്, ദൈവമാതാവ് വിശുദ്ധ ഏലീശാമ്മയോടുകൂടെ വസിക്കയിൽ ചെയ്ത പുണ്യങ്ങളും പ്രദർശിപ്പിച്ച സന്മാർഗങ്ങളും പറഞ്ഞറിയിപ്പാൻ പ്രയാസം. അധികമായ സ്നേഹത്തോടും ജാഗ്രതയോടും കൂടെ ഏലീശാമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടും എല്ലാ വക ഉപചാരങ്ങളും ചെയ്തുകൊണ്ടും വന്നു. നാമും ആ പരമരാജ്ഞിയെ കണ്ടുപഠിച്ച് നിഷ്കപടമായ സ്നേഹത്തോടെ അന്യരുടെ ആവശ്യങ്ങളിൽ സഹായിപ്പാനും തന്നെപ്പോലെ തന്നെ മറ്റെല്ലാവരും സ്നേഹിപ്പാനും അവരോട് ഐക്യവും സമാധാനവും ആയിരിക്കാനും നല്ല ലാക്കോടെ അവരുടെ കാര്യത്തിൽ വിചാരിച്ച് സമസ്തവും ദൈവത്തിൽ സമർപ്പിക്കുവാനും ഉത്സാഹമുള്ളവരായിരിക്കണം. ദൃഷ്ടാന്തം. ഏതു ദേശങ്ങളിലുള്ള സത്യവിശ്വാസികൾ പൂർവകാലം മുതൽക്കേ പരിശുദ്ധ കന്യകയുടെ അതിഭക്തരായിരുന്നു. തങ്ങളുടെ ദേശങ്ങളിൽ പലയിടങ്ങളിലും വിശേഷമായ ദൈവാലയങ്ങളും അതിൽ ശോഭനങ്ങളായ പീഠങ്ങളും ഈ പരമനായികയെക്കുറിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് അറിവുള്ള സംഗതിയാണല്ലോ. ഈ ദൃശ്യമായ ഭക്തിയിൽ ഇത്താലിയ ദേശവാസികളെ അധികരിച്ചവരില്ല. തിരുസഭയുടെ തലസ്ഥാനമായിരിക്കുന്ന റോമ നഗരത്തിൽ ഈ ഭക്തിവിശ്വാസങ്ങൾ സവിശേഷം വിളങ്ങുന്നു. എല്ലാ വീടുകളിലും ദൈവമാതാവിൻ്റെ പടം വച്ചിട്ടുണ്ടെന്നത് മാത്രമല്ല, എല്ലാ തെരുവുകളിലും ഈ നാഥയുടെ പ്രതിമകൾ പൂജ്യമായി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആ നഗരിയിൽ തന്നെ ഈ മാതാവിൻ്റെ നാമത്തിൽ അനേകം പള്ളികൾ പണിയിച്ചിട്ടുണ്ട്. ഈ പള്ളികളിലെല്ലാം വർഷം തോറും തിരുനാൾ കേമമായി കൊണ്ടാടി വരുന്നു. ഇവയിൽ അധികം കീർത്തിയുള്ളത് മാജോർ എന്നുള്ള ദൈവമാതാവിൻ്റെ പള്ളിയാകുന്നു. ഈ ദൈവാലയത്തിൻ്റെ സ്ഥാപനം സംബന്ധിച്ച് നടന്ന അത്ഭുത സംഭവമാണ് താഴെ കാണുന്നത്. ധനസമ്പത്ത് ധാരാളമുണ്ടായിരുന്നെങ്കിലും പുത്രസമ്പത്തില്ലാതിരുന്ന യോഹന്നാൻ പത്രിയോസ് എന്ന ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വത്തുക്കളെല്ലാം ദൈവമാതാവിൻ്റെ സ്തുതിക്കായി വ്യയം ചെയ്യാൻ തീർച്ചപ്പെടുത്തി. ഏതു ധർമ്മ വിഷയത്തിലേക്ക് ഇത് വിനിയോഗിക്കണമെന്ന് അറിയാനായി മാതാവിനോട് പ്രാർത്ഥിച്ചു വന്നിരുന്നു. പരിശുദ്ധ മാതാവ് അവരുടെ അപേക്ഷ സ്വീകരിച്ച് വേനൽക്കാലത്തിൽ ഒരു രാത്രിയിൽ ആ നഗരിയിലുള്ള ഒരു മലയിൽ ഉറച്ച മഞ്ഞ്
അത്ഭുതകരമായി പെയ്യിക്കുകയും ആ രാത്രിയിൽ തന്നെ യോഹന്നാനും അയാളുടെ ഭാര്യയ്ക്കും മാർപ്പാപ്പയ്ക്കും പ്രത്യക്ഷയായി. എസ്കിലിനോസ് എന്ന മലയിൽ ഉറച്ച മഞ്ഞ് വീണിരിക്കുന്നു എന്ന സ്ഥലത്ത് തൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മാർപ്പാപ്പ അനവധി ജനങ്ങളോടും ഒട്ടേറെ വൈദികരോടും കൂടെ പ്രസ്തുത സ്ഥലത്ത് പോയി അത്ഭുതമായി പെയ്ത മഞ്ഞ് കണ്ട് മാതാവിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ തന്നെ പള്ളി പണിയാൻ ആരംഭിച്ചു. മുൻ പറഞ്ഞ ഭക്തരുടെ ചെലവിലാണ് പള്ളിയുടെ പണി നടത്തിയത്. മിശിഹ പിറന്ന തിരുത്തൊഴുത്ത് പൂജ്യമായി സ്ഥാപിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാകുന്നു. വിശുദ്ധ ലൂക്ക ഏവൻഗേലിസ്ത എഴുതിയിട്ടുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ പടവും ഈ ദേവാലയത്തിൽ തന്നെയാണ്. അനവധി ജനങ്ങൾ ഈ തിരുപ്പടം വണങ്ങുന്നതിനായി പോവുക പതിവായിരുന്നു. ആ തിരുപ്പടത്തിൽ പരിശുദ്ധ കന്യകയുടെ തിരുമുഖത്തിൽ സൗന്ദര്യം, കരുണയും വിനയവും സ്ഫുരിക്കുന്നതായി കാണാം. മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപം വിസ്മരണീയമായ വടിവിലുള്ളതാണ്. ഈശോ ഇടം കൈയിൽ ഒരു പുസ്തകം വച്ചുകൊണ്ട് വലം കൈ ആശീർവദിക്കുന്നത് പോലെ നീട്ടിയിരിക്കുന്നു. ഈ തിരുപ്പടം ഭക്തിയോടെ നോക്കി ധ്യാനിക്കുന്നവരിൽ ഒരുവനിൽ പോലും തൽക്കാലത്തേക്കെങ്കിലും ദൈവസ്നേഹാഗ്നി എരിയാതിരിക്കുകയില്ല. ക്രിസ്ത്യാനികളെ, ദൈവമാതാവിൻ്റെ തിരുപ്പടം നിങ്ങളുടെ ഭവനങ്ങളിൽ പൂജ്യമായി സ്ഥാപിക്കുകയും ഈ നാഥയെ സ്നേഹപൂർവ്വം സ്മരിക്കുകയും വേണം. ജപം. പരിശുദ്ധ കന്യകയെ, അങ്ങേ ഇളയമ്മയായ വിശുദ്ധ ഏലീശോയെ അങ്ങ് ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ ആ സുഹൃദിനി സന്തോഷനിമഗ്നയായി. നിന്റെ വചനം എന്റെ ചെവിയിൽ വീണയുടനെ എന്റെ ഉദരത്തിലുള്ള പ്രജ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് ഉച്ചരിക്കുന്നതിന് ഇടയാക്കിയ അങ്ങേ ആ തിരുവാക്യം കേൾക്കാൻ എനിക്ക് ഇടവരുമെന്ന് ശരണപ്പെടുന്നു. എന്നാൽ ആ ഭാഗ്യം എനിക്ക് സിദ്ധിക്കുന്നതുവരെ ഈ കണ്ണുനീരിന്റെ സ്ഥലത്ത് അങ്ങേ തിരുനാമം ഞാൻ ഉച്ചരിച്ചു കൊണ്ടിരിക്കും. മറിയമേ, അങ്ങേ മഹിമയേറുന്ന തിരുനാമം എപ്പോഴും എന്റെ നാവിൽ ഉദിക്കുന്നതിന് അങ്ങ് എനിക്ക് കൃപ ചെയ്ത് എന്റെ സന്തോഷവും സഹായവും ഭാഗ്യവുമായിരിക്കണമേ. മറിയമേ, അങ്ങേ സംഗീതത്തിൽ ഒരുവനെങ്കിലും നിരാശപ്പെടുകയില്ല. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്ന് കൈയിടപ്പെട്ടെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യവരത്താണ് രാജ്ഞിയെ കന്യയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുള്ളണമേ. ആമീൻ. ജന്മഭാവിൽ അത് ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. ജന്മപാമിൽ അത് ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സു തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ, പ്രഭുക്കന്മാർ, രാഷ്ട്ര നേതാക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപലർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഗർദ ജപം. ദൈവമാതാവേ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവേ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവേ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ദൈവാലയത്തിലെങ്കിലും ദൈവമാതാവിൻ്റെ പീഠത്തെങ്കിലും വന്ദിച്ച് കൊമ്പിടണം.
വിവേകമതിയാം കന്യകയെ വിശുദ്ധയായ സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ദേവ